ദൈവത്തിന്റെ മോനെ കളിക്കുമ്പോൾ ദൈവം ജയിക്കുള്ളൂ. മെസ്സി ഈസ് ദേർ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലോ, എല്ലാ പ്രാവശ്യം എടുക്കുന്നത് ശരിയാണോ? എല്ലാ പ്രാവശ്യം ആ ചെറുക്കന് വല്ലപ്പോഴും കിട്ടട്ടെ ഒരെണ്ണോ. 16 ആ ഏജിൽ തന്നെ പിടിക്കണം, എന്നാലേ നമുക്കൊരു ടീം ഉണ്ടാവും. അടുത്താവും ഈ അടുത്തൊരു ടീം ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഇന്ന് ഒരു ചരിത്രം കൂടി പിറക്കാൻ പോവുകയാണ്. ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ന് ആര് ജയിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം കേരളത്തിലും വലിയ തോതിൽ തന്നെ ഈ ഫിഫ വേൾഡ് കപ്പിന് ഫാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ കൂടെ, അതായത് ഇന്നത്തെ ഈ അവസാന മണിക്കൂറുകളിൽ ആര് ജയിക്കും, സ്പെയിനാണോ അർജൻറ്റീനയാണോ, ആ 39-കാരനാണോ 19-കാരനാണോ ജയിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കേരളത്തിലെ ഫാൻസിനോടൊന്ന് ചോദിച്ചറിയാം. ഇതാ നമ്മളെ കൂടെ കുറച്ച് കുട്ടി ആരാധകർ ചേരുന്നുണ്ട്. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഏത് ടീമാണ്? അർജന്റീന. ഇവിടെ ആരും സ്പെയിനിന്റെ ആരും ഇല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ആര് ജയിക്കാനായിരിക്കും? അർജന്റീന. അർജന്റീന അഥവാ ഇന്ന് തോറ്റുപോയത്. ദൈവത്തിന്റെ മോനെ കളിക്കുമ്പോൾ ദൈവം ജയിക്കുള്ളൂ. മെസ്സി ഈസ് ദേർ. എങ്ങനത്തെ ഒരു കളിയാണ്? എത്ര ഗോളിൽ ജയിക്കുന്നത്? മെസ്സിയുടെ ഹാട്രിക്. മെസ്സിയുടെ അവസാന കളിയാന്നൊക്കെയാണ് പറയുന്നത്. കളിക്കുന്നു പറയുന്നുണ്ട്. മെസ്സി അവസാനത്തെ കളി കളിച്ചാലും ഗോട്ട് മെസ്സിയായി. ഇന്ന് ഫൈനലിൽ ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? അർജന്റീനയാണ് താല്പര്യം. അതെന്താ? ഇനി മെസ്സി ഇല്ലല്ലോ, അടുത്ത വർഷം ആകുമ്പോൾ കാണൂല. ഇന്നും കൂടെ വാങ്ങിച്ചിട്ട് പോട്ടെ. ആരുടെ ഫാനാണ്? അർജന്റീന ഓഫ് കോഴ്സ്. അർജന്റീന എങ്ങനെ കടുത്ത ആരാധകനാണോ? എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഗുഡാണ്. ലൈക്ക് മെസ്സി എല്ലാവരുടെ ഫേവറേറ്റ് കണക്കാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. മെസ്സി ഒന്നും ജയിക്കില്ല. സ്പെയിൻ ജയിക്കും. അങ്ങനെ പറയാൻ കാരണം അവരുടെ ടീം അത്രയ്ക്ക് ഹേറ്റർ ആയതുകൊണ്ട്. അല്ലെന്നല്ല, എന്നാലും പക്ഷേ സ്പെയിൻ്റെ ടീമാണ് ഇത്തിരി കൂടെ സെറ്റ്. എല്ലാ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ പ്രായമുള്ള ലാമിൻ യമാലൊക്കെ ഉണ്ട്. സൂപ്പറായിട്ട് കളിക്കുകയല്ലേ. ഒരു 19-കാരനും ഒരു 39-കാരനാണ് പോരാടാൻ പോകുന്നത്. അപ്പം മെസ്സിയുടെ ലാസ്റ്റ് ലോകകപ്പാന്നൊക്കെ പറയുന്നത്. അപ്പം മെസ്സി ജയിച്ചോട്ടെ എന്നുള്ളൊരു മൈൻഡ് ഇല്ലേ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലോ, എല്ലാ പ്രാവശ്യം എടുക്കുന്നത് ശരിയാണോ? എല്ലാ പ്രാവശ്യം ആ ചെറുക്കന് വല്ലപ്പോഴും കിട്ടട്ടെ ഒരെണ്ണോ. അല്ല, ഞങ്ങൾ പോർച്ചുഗൽ, ഞങ്ങൾ നേരത്തെ വീട്ടിൽ പോയി. എന്നാലും ഞങ്ങൾ എന്തായാലും അർജന്റീനയെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ എതിരാരാണോ ഇപ്പം നമ്മൾ നേരത്തെ ഇംഗ്ലണ്ട് തോറ്റുപോയി. ഇപ്പോൾ സ്പെയിനായി. അർജന്റീനയെ കുറിച്ച് പറയാൻ എന്താ, ചരിത്രം സൃഷ്ടിക്കാൻ മെസ്സി ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് മേടിക്കുന്നത്? വേൾഡ് കപ്പ് ഞങ്ങൾ തോക്കും ഓഫ് കോഴ്സ്. ചേട്ടന്മാരെ എങ്ങനെയുണ്ട് ഫുട്ബോൾ ആവേശമൊക്കെ? അടിപൊളിയാണ്, ബെറ്ററാണ്. അർജന്റീന ജയിക്കും, പക്ഷേ അർജന്റീന കപ്പടിക്കും. ഉറപ്പാണ്. എന്താ അർജന്റീന തന്നെ ജയിക്കണം, സ്പെയിൻ ജയിച്ചോട്ടെ? ഞാനൊരു അർജന്റീന ഫാനാണ്. എനിക്ക് എത്രത്തോളം അറിയാം അർജന്റീന എങ്ങനെയാണെന്ന്. സപ്പോർട്ട് ചെയ്യണത് ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. എൻ്റെ ബെറ്റ് സ്പെയിനിലാണ്. അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ ബിലീവ് സ്പെയിൻ ആയിരിക്കും ജയിക്കുന്നത്. അവർ നല്ല ബാലൻസ് ടീമാണ് ഇപ്രാവശ്യം. സ്പെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഡിഫെൻസീവ് ടാക്ടിക്സ് ഉണ്ട് അവർക്കില്ല എന്നല്ല. ഒഫൻസിലും ഇപ്പോൾ ഉള്ള ആൾക്കാർ അവർ മെയിൻ പ്ലെയേഴ്സായി. യമാൽ ഇസ് റിയലി ഇൻ എ ഫയർ. സോ ഐ ബിലീവ് അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും ഇപ്രാവശ്യം. യെസ്, അർജന്റീന ഓഫ് കോഴ്സ് നമ്മുടെ ടീമാണ്. ഐ എം അർജന്റീനിയൻ ഫാൻ. പക്ഷേ സംവെയർ ഐ ബിലീവ് ഇപ്രാവശ്യം ടഫായിരിക്കും. ടെക്നിക്കലി നോക്കിയാൽ സ്പെയിൻ നല്ല ടീമാണ്. എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് സ്പെയിനിനെ. അതന്നെയാണ് ഫ്രാൻസായിട്ട് സംഭവിച്ചത്. എല്ലാവരും ഫ്രാൻസ് ജയിക്കുമെന്ന് പറഞ്ഞു. ദേ ഹാഡ് എ വെരി വണ്ടർഫുൾ പെർഫോമൻസ് സ്പെയിനിൻ്റെ. സോ ഐ ബിലീവ് ഇപ്രാവശ്യം അവർക്ക് ചാൻസ് ഉണ്ടില്ല. നമ്മൾ മലയാളികളാകുമ്പോൾ സ്പെഷ്യലി വി ഓൾ ആർ അർജന്റീനിയൻ ഫാൻ. അത് മാറൂല, ബട്ട് സംവെയർ ഐ ബിലീവ് സ്പെയിൻസിന് ചാൻസ് ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ് വരും. അണ്ടർ 16 ടീം അവിടെ പോയിട്ട് കപ്പടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ പ്രാവശ്യം ഒരു 10 വർഷം മുന്നേയും അണ്ടർ 16 ടീം പോയി അവിടെ കപ്പടിച്ചിട്ടുണ്ട് പിന്നെ യൂറോപ്പിലൊക്കെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രിയോറിറ്റീസ് മാറിപ്പോണ്. അവിടെ നിന്നാണ് ഗവൺമെൻറ് പിക്കപ്പ് ചെയ്ത് വരാത്തവർ. ഓഫ് കോഴ്സ് ഒരു 21-22 ആകുമ്പോൾ പ്രിയോറിറ്റീസ് മാറും. ഫുട്ബോൾ വെച്ച് മാത്രം ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ സ്ട്രീംസ് മാറി അവരെല്ലാവരും എഞ്ചിനീയറിങ്ങോ പഠിക്കാൻ പോകും. 16 ആ ഏജിൽ തന്നെ പിടിക്കണം, എന്നാലേ നമുക്കൊരു ടീം ഉണ്ടാവും. അടുത്താവും ഈ അടുത്തൊരു ടീം ഉണ്ടാവും നമുക്ക്. യെസ്, ഓഫ് കോഴ്സ് ഐ ബിലീവ്. ഗോഡ് ഗ്രേസ് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്.